അല്ലല്ല അത് രണ്ടാമത്തെ ഓപ്ഷൻ അത് കുഞ്ഞിനെ ഓക്കെ. ഹായ്, ഹൈവേ വ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജോമറ്റോയും ഫാമിലി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ ആദ്യമായിട്ടാണ് വരുന്നത്. ജോമറ്റോയുടെ ഫാമിലിനെ ആണെങ്കിലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആദ്യമായിട്ടാണ്. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. അപ്പം ആ ഒരു വിശേഷങ്ങളിലേക്ക് ഇപ്പം നമ്മളെപ്പോലെ തന്നെ നിങ്ങൾക്കും ജോമറ്റോയുടെ കുടുംബത്തിനെ പരിചയപ്പെടുത്തണം എന്ന് പറയുന്ന ഒത്തിരി പേര് കമൻറ്റ് ഇടാറുണ്ടല്ലോ. അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ജോമറ്റോയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉച്ച കഴിഞ്ഞാൽ അവർ വരുന്നേ, ഒരു ആഫ്റ്റർനൂൺ എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ ഇച്ചിരി കപ്പയിറച്ചിയും പിന്നെ വേറെ എന്നൊക്കെയാണ് പരിപാടി. കപ്പ ഇച്ചിരി ബീഫ് വെച്ചു, പിന്നെ ഇച്ചിരി മീൻകറി വെച്ചു. പിന്നെ വരുമ്പോൾ നമുക്ക് കാപ്പി എടുക്കാന്നാണ് വിചാരിക്കുന്നത്. കാപ്പിയും കുറച്ച് സ്നാക്സും പരിപാടികളൊക്കെ ആയിട്ട്. ഓക്കെ. അതുകൂടാതെ കുറച്ച് കോക്ടെയിൽ പരിപാടികളും കൂടെ നമുക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, അവരുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ മാമോദീസയാണ് ഈ മാസം അവസാനം. അപ്പോൾ അത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. കപ്പ ഇവിടുന്ന് റെഡിയാവുന്നുണ്ട്. ഇനുസേ, നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയായോ? എന്നൊക്കെയാ? ബീഫ് വളർത്ത് നല്ല കോട്ടയം സ്റ്റൈല്, അല്ലെ തിരുവല്ല സ്റ്റൈല്. നമ്മള് തിരുവല്ലക്കാരിയാണല്ലോ. ഓക്കെ. തിരുവല്ല സ്റ്റൈല് ബീഫ് വളർത്ത്. ഓക്കെ ഓക്കെ. ഇനി മീൻകറി, നല്ല മുളകിട്ട മീൻകറി ഇല്ലേ? ഓക്കെ. പുളിയൊക്കെ ഇട്ട്. ഓക്കെ. അത് കപ്പ ഞാൻ അവര് വരുമ്പോഴത്തേക്ക് ആക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുവാ. ഓക്കെ. മഞ്ഞ കളർ കപ്പ വേവിച്ചതെന്ന് പറയും. ഓക്കെ. അവര് വരുമ്പോ ഒന്ന് ആവി കയറ്റിട്ട് കുഴയ്ക്കാനായിട്ട്. അതാണ് നമ്മുടെ മെയിൻ. പിന്നെ അവരെ ഒന്ന് വിളിച്ച് കാപ്പിയാണോ ചായ ആണോന്ന് വെച്ചാൽ അതുകൂടെ റെഡിയാക്കാം. അപ്പം നമ്മുടെ ഫുഡും പ്രിപ്പറേഷൻസും എല്ലാം റെഡിയായി. ഇനി അവർ വന്നേച്ചാൽ മതി. ബാക്കി വിശേഷങ്ങൾ അവർ വന്നിട്ട് കാണാം. അതോടൊപ്പം നമ്മുടെ പിങ്കിമോൻ ഇന്നിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, സ്കൂളിൽ പോയേക്കുക. പിങ്കിമോൻ വന്ന് എന്തായാലും അവർ പോകുന്നതിന് മുമ്പ് പിങ്കിമോനും വരും. ഹായ്. അങ്ങനെ നമ്മുടെ ജോമറ്റോ ഭായ് ആൻഡ് ഫാമിലി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹായ്. ഹലോ ആന്റി. അതാണ് നമ്മുടെ ജോമറ്റോ ഭായ്ക്കും ലിൻഡാമയ്ക്ക് 2 പിള്ളേരാണ്, ഐവാച്ചനും സെറഫിനും. സെറ ബേബിയുടെ മാമോദീസ പരിപാടിനെ കുറിച്ചുള്ള പ്ലാനിങ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബുഫെ, ഫോട്ടോഗ്രാഫി, മേക്കപ്പ് എന്ന് വേണ്ട എല്ലാ പരിപാടിയും കൂട്ടുകാരും വീട്ടുകാരും ഒരുമിച്ച് ചേർന്ന് അടിപൊളിയാക്കാനായി പ്ലാന്. ഞാൻ കപ്പൊക്കെ ഇന്ന് രാവിലെ മേടിച്ചു, മറ്റേ ഐസ്ക്രീം കപ്പും സ്പൂണൊക്കെ 500 അല്ലാതെ കിട്ടില്ല അത്. ഓക്കെ. ബൗളോ? അതിന്റെ ഭാഗമായിട്ട് പരിപാടിയുടെ വെൽക്കം ഡ്രിങ്കും ഐസ്ക്രീം ബാറും ഞാനും നീനൂസും നമ്മുടെ പിങ്കിമോനും ചേർന്ന് നടക്കുന്ന ഒരു ടീം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇന്നത്തെ ഒത്തുകൂടലിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് ഏത് വേണം, ഇത് നമ്മൾ കൂട്ടിയാൽ കൂടുവോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് അടിക്കുക എന്നുള്ളതാണ്. 150 പേരുടെ പരിപാടിയല്ലേ. വെൽക്കം ഡ്രിങ്കിന് ഇതൊരു ഓപ്ഷൻ. ഇതൊരു ഓപ്ഷൻ മാത്രമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്കിന്റെ ഓരോ ഓപ്ഷൻ. ഇതിന്റെ കൂട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ? അപ്പൊ സംഭവം വേറൊന്നുമില്ല, നമ്മുടെ കുഞ്ഞിന്റെ മാമോദീസ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതിന് വെൽക്കം ഡ്രിങ്ക് നമ്മള് ജോമറ്റോ ലിൻഡാമ ഓക്കെ ആണെന്നെ പ്രിപ്പയർ ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇന്ന് വന്നേക്കുന്നതിന്റെ കാര്യം ഇവരത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഏതാണ് എന്ന് സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഓർമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മനസ്സിൽ കരുതിക്കണം കേട്ടോ. ഇത് ലിൻഡാമ മധുരം ഇത്രേ ഉള്ളല്ലേ? ഇത്രേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ ഇതിന്റെ ഒരു അതുകൂടെ വരുന്നുണ്ട്. ആ ഒരു
ചെറുതായിട്ട്. അല്ല ആ ഒരു അല്ലേ പിന്നെ ആൾക്കാർ വെറും 7up എന്ന് വിചാരിക്കൂലേ. ഇതൊരു ടേസ്റ്റും പിന്നെ ആ സമയത്ത് വേറെ കുറച്ചുകൂടെ ഒക്കെ ഡെക്കറേഷൻ വരും കേട്ടോ, ഗാർണിഷ്. നമ്മളൊരു ചെറിയ ഗ്രീൻ സെറ്റപ്പും കൂടെ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരുടെ ദാഹം മാറ്റി ഒന്ന് റിഫ്രഷ് ആക്കുന്ന ലെമണേഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നേ. എന്റെ കൺസേൺ ഞാൻ പറയണേ, സ്പ്രൈറ്റ് എടുത്ത് വെക്കുവാണ്. അപ്പം ഇതിന്റെ ഒരു ഗ്യാസ് ഉണ്ടല്ലോ, സോഡയുടെ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അത് ഇപ്പം നമ്മളൊരു 12:30 റെഡി ആക്കുക. റെഡിയാക്കി വെക്കുന്നില്ല, വരുന്നവർക്ക് ഫ്രഷ് ആയിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ഫ്രഷ്നെസ് പോകുന്നു. ഇപ്പം നമ്മൾ 12:30 റെഡിയാക്കി വെക്കുന്നു, അപ്പൊ 1:30 ആയിരിക്കും ഒരാള് വരുന്നേ. അല്ല അത് സാധാരണ കല്യാണങ്ങൾക്കൊക്കെ അല്ലേ ഭായി, അവരൊരു കൗണ്ടറിൽ അങ്ങ് 10 ഉണ്ടാക്കി വെച്ചിട്ട് അവര് അവിടെ ആവശ്യക്കാർ എടുത്തോണ്ട് പോവാന്നുള്ള ഒരു സെറ്റപ്പ്. ഇതെന്താ സെറ്റപ്പ്? പറഞ്ഞേ, ഇതാണ് അന്ന് ഞാൻ ഫോട്ടോ കാണിച്ച ഒരു സെറ്റപ്പ്. ഇതായിരുന്നു രണ്ടാമത്തെ ഓപ്ഷൻ. ഇതാണ് നമ്മുടെ വെൽക്കം ഡ്രിങ്കിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ. ഇത് ഓറഞ്ച് ആൻഡ് മാംഗോ ഫ്ലിപ്പാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ജോമറ്റോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റിന്റെ കാര്യത്തിൽ ലിൻഡാമയും ജോമറ്റോയും ഞങ്ങളെ പോലെ തന്നെ ഒരേ ഇഷ്ടക്കാരാന്നുള്ളത് ഒരു രസമുള്ള കാര്യമായിരുന്നേ. ജോമറ്റോയ്ക്ക് ആദ്യത്തെ ഡ്രിങ്കും ലിൻഡാമയ്ക്ക് രണ്ടാമത്തെ ഡ്രിങ്കും ഇഷ്ടപ്പെട്ടത്. എഞ്ചു വർഷവും കൊഞ്ചു വർഷവും ആണല്ലോ അല്ലേലും. ഡിസ്കഷൻ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മോക്ടെയിൽസ് മാത്രം പോരല്ലോ, അതുകൊണ്ട് 2 കോക്ടെയിൽസും കൂടെ പടക്കാൻ തീരുമാനിച്ചേ. ജാക്ക് ഡാനിയൽസ് ആയിരുന്നു ബേസ്. അപ്പൊ ഇത് വിസ്കി ഉള്ളതാണ്. ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഭായി. നമ്മള് ഓറഞ്ച് ആൻഡ് മാംഗോ മെയിൻലി, പിന്നെ പീച്ചും ഉണ്ട്. അത് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോ അതിന്റെ രുചി മാറും. അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ഐറ്റം ബ്ലഡി മേരി. കുറെ ഫ്യൂഷൻ റെസിപ്പീസിന്റെ ഇടയിൽ ഒരു ക്ലാസിക്കും കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എരിവൊക്കെയുള്ള ടൊമാറ്റോ ജ്യൂസ് അത് പല പല ഡിഫറെന്റ് ടൊമാറ്റോ സൂപ്പിൽ ചേച്ചിനെ ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിന്നോ ചേച്ചിയുടെ കൂടെ? പിങ്കിമാനെ ബേബി ആയിട്ട് സെറ്റ് ആയോ? ബേബി കുഞ്ഞു ബേബിയുടെ മാമോദിസയാണ് വരാൻ പോകുന്നത് അല്ലേ? അങ്ങനെ താഴത്തെ സെഷൻ കഴിഞ്ഞ് എല്ലാവരും മുകളിലേക്ക് കയറിയേ. ബൈ ദ വേ ഡ്രിങ്കിന്റെ കാര്യത്തിൽ ലേഡീസ് ചോയ്സിനായിരുന്നു പ്രയോറിറ്റി. അതുകൊണ്ട് പരിപാടിക്ക് നമ്മുടെ ഓറഞ്ച് ആൻഡ് മാംഗോ ഫ്ലിപ്പ് തന്നെ ചൂസ് ചെയ്തു. സെറ ബേബിയുടെ ഒരു വാക്സിനേഷൻ കഴിഞ്ഞിട്ടായിരുന്നു ജോമറ്റോയൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ബേബിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ അയവാച്ചം പൊളിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞങ്ങളെല്ലാവരുമായിട്ട് അവൻ ഭയങ്കര കൂട്ടായി. ഇഷ്ടപ്പെട്ടോ ഈ വീട്? യു വാണ്ട് ടു സ്റ്റേ ഹിയർ? യെസ്. വേണ്ടേ, ഈ ചേർന്നുവെപ്പ് കണ്ടാൽ തന്നെ അറിയത്തില്ലേ ഞങ്ങളെ എല്ലാ അയവാച്ചനും ഇഷ്ടപ്പെട്ടെന്ന്. എന്റെ ക്യാമറ കാണുമ്പോൾ ആ ചീസ് പറച്ചിലുണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അത് മാത്രമായിരുന്നു, അത്രയായിരുന്നു ഞാൻ മതി കേട്ടോ. ഒത്തിരി വലുതാവുന്നുണ്ട്. അപ്പൊ നമുക്ക് മീൻ കറി ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ബീഫ്. ഉപ്പ് നോക്കിയായിരുന്നു, അപ്പൊ ഞാൻ നോക്കിയില്ല കേട്ടോ. നൈസായിട്ട് ഇനിയിപ്പോ ശരിയായില്ല എന്തായാലും ആളെ. പക്ഷേ എഡിറ്റിങ്ങിന്റെ ടൈമിൽ എന്നെ ഇത്രയും കൺഫ്യൂസ്ഡ് ആക്കിയ ഒരു ക്ലിപ്പ് വേറെ ഇല്ല കേട്ടോ. ഫോക്കസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അന്നേരം ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം ഓടി വന്നിട്ട് ലിൻഡാമ്മയുടെ ഇൻസ്ട്രക്ഷൻ കേട്ട് അവന്റെ ആ വളഞ്ഞു പോക്കുണ്ടല്ലോ, എന്താ അടിപൊളിയല്ലേ. വേറൊന്നുമില്ലെന്നേ, ഏത് പേരൻസിനെയും പോലെ നമ്മുടെ പിള്ളേരെ എപ്പോഴും ചെന്നാലും വെൽ ബിഹേവ്ഡ് ആയിരിക്കണം, എല്ലാരും നല്ലത് പറയണം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ. ആ ഒരു കൺസേൺ ഫുൾ ടൈം ജോമറ്റോയുടെ ലിൻഡാമ്മയുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ.
അപ്പം കുറെ നേരത്തെ പുറത്തെ കളികൾക്ക് ശേഷവും അകത്തെ കളികൾക്ക് ശേഷവും നമ്മൾ പയ്യെ ഫുഡിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്കൊന്ന് ജോമെട്രി ബോയ് കഴിച്ചു നോക്കി ലിൻഡാമ്മ കഴിച്ചു നോക്കി എന്ന് പറയാതെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ മാത്രമാണെങ്കിൽ 40 വെട്ടുകാരൻ പറയും ലിൻഡാമ്മ ഭയങ്കര കുക്കാ, ലിൻഡാമ്മ ഭയങ്കര കുക്കാ. അലുവ പോലത്തെ പോർക്ക് ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അലുവ പോലത്തെ പോർക്ക് ടേസ്റ്റ് പറഞ്ഞു. അലുവ പോലത്തെ പോർക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കിയേക്കുവാ. ചുമ്മാ നമ്പറാണേ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇടിക്കുമെന്നൊക്കെ കാരണം പുള്ളി എന്ത് ചെയ്താ കോഴിക്കോടത്തിന് പുറത്തുള്ള ഫുഡ് കൊള്ളൂലെന്നാ പുള്ളിയുടെ ഒരു അഭിപ്രായം. കഴിച്ചായിരുന്നോ? നല്ല അങ്ങോട്ട് പോലെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ രണ്ടാക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്കാലും കൂടുതൽ ഫുഡാണ്. ഫുഡ് അപ്പം ഒത്തിരി പേര് നമ്മുടെ ജോമറ്റോയുടെ കുടുംബത്തെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ജോമറ്റോയുടെ ഭാര്യ ലിൻഡാമ്മ. നമ്മുടെ പല പേര് പറഞ്ഞ് പലർക്കും പരിചയം ഉണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ഫുഡൊക്കെ ലിൻഡാമ്മ കറിവച്ചാല് കോട്ടയം കറിവച്ചാല്. ഇതാണ് നമ്മുടെ അയവാച്ചൻ. അയവാച്ചൻ ഒരു ഹായ് പറയാമോ? ഹായ് പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ ഷെറാഫിൻ ബേബി ആണ്. ഒരു ഹൈഫൈ തരുമോ? അങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞിരുന്നപ്പോഴാണ് വേണ്ട ഇന്ന് നമ്മുടെ ലിൻഡാമ്മയുടെ ബർത്ത്ഡേ ആണെന്നുള്ള വിവരം ജോമറ്റോയെ പുറത്തു വിട്ടത്. എന്നെ പറ്റിയേ കാറിന് ബാറ്ററിയോ നോക്കട്ടെ കേട്ടോ. ഇത് ആരുടെ ഹാപ്പി ബർത്ത്ഡേയാ? അപ്പം യാദൃച്ഛികമായിട്ട് നമുക്ക് ഇന്ന് വേണ്ട ലിൻഡാമ്മയുടെ നാളെയാ അല്ലേ? നാളെ ലിൻഡാമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാൻ സാധിച്ചു. അത് അപ്പൊ വേണ്ട പിന്നെ ഉണ്ടായിരുന്ന തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഒരു കേക്ക് മുറി. നമ്മുടെ അയവാച്ചൻ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിരിക്കുവാണ് ചക്കര. ഇത് പറയുമ്പോ പുള്ളിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണേ. ഭയങ്കര സന്തോഷം. പുള്ളി ഹാപ്പിയാ. Thank you for a happy birthday, bro. Thank you. ഒരു ഡിസൈൻ ഇങ്ങനെ മനസ്സിലായോ? നടുക്ക് മാത്രം. അടുത്ത ഡിസ്കഷൻ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ്. ജോമറ്റോയുടെ തഗ്ഗുകള് വേറെ ആരേക്കാളും പരിചയം ലിൻഡാമ്മയ്ക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ചില ഐറ്റംസ് ഒക്കെ തിരി കൊളുത്തുമ്പോഴേ ലിൻഡാമ്മയ്ക്ക് അറിയാതെ നമ്മക്കിട്ടുള്ളതാണ്. എനിക്ക് പിന്നെ പിങ്കിക്ക് ഭയങ്കര ഇഷ്ടം ഒരുങ്ങും നോക്കിയാൽ. ഇവിടെ വന്നപ്പോ ഞാൻ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഓർക്കൂലോ പെണ്ണുങ്ങളെ കുറച്ച് വേണേ നമ്മുടെ ഞാൻ അപ്പൊ ഇവിടെ ചോദിച്ചു നീ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. അത് ചേട്ടാ മേടിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫൗണ്ടേഷൻ മേടിച്ചു. അത് മേടിച്ച് എനിക്ക് ഇട്ട് ജീവി തോന്നി തേക്കണ്ട. ഞാനൊന്നും കളയത്തില്ല, എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് മാറ്റത്തിന്റെ ഇടയ്ക്ക് എനിക്ക് കേൾക്കാറുണ്ട് വായിലൊന്നും കളയത്തില്ല. ചേച്ചിനെ കടിപ്പിക്കുകയാണോ? മേക്കപ്പും ജ്വല്ലറി ഒക്കെ ചൂസ് ചെയ്യണ കൊള്ളാം. എന്നാ ചൂസ് ചെയ്താലും രണ്ടുപേർക്കും ഒരുപോലെ. അത്രേ ഉള്ളൂ അയവാച്ചന്റെ ഡിമാൻഡ്. You like it? It's good? ഏത് ആഹാ എന്റെ അമ്മേ, അയ്യോ പശീനെ എടുത്തേക്കണേ.
ഇനി bear attack. അടുത്തത് ഏതാ? ബൂം. ബൂം. ചേട്ടായിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് ഈ കൊതി കുത്തിയിരിക്കുന്ന സെറാ ബേബിയുടെ ഒരു എക്സ്പ്രഷൻ ആണോ ഇത്? എന്നാ അടി? ആ ചെരുപ്പേല് പാലിപ്പരുന്നാണ്ട് ലൈറ്റാ. ഞാൻ കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. പിങ്കി ചേച്ചിക്ക് ലൈറ്റ് ഉള്ള ചെരുപ്പ്. ഫസ്റ്റ് കാണിച്ചേ, ചെരുപ്പിട്ട് കാണിച്ചേ. അയ്യോടാ. എല്ലാവർക്കും പോയിട്ട് വെച്ചേ. ചാക്കര മുത്തി ഇനി വരണേ. ചീസ് പറഞ്ഞാണേ. ചീസ് പറഞ്ഞ അച്ഛന് സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? അച്ഛന് സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? ആ അപ്പൊ നമ്മുടെ ഹൈബോയ് ഒന്ന് ഓടിക്കാൻ വേണ്ടിട്ട് പോയതാണ് നമ്മുടെ ജോമറ്റോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെ പോണേ. ഏടാ ടാറ്റാ ടാറ്റാ. പോടാ ഇച്ചിരൂടെ പോക്കോ. എന്നിട്ടാ സൈഡ് നോക്കി കൂടെ വാ. എങ്ങനെയുണ്ട്? ഇനിയിപ്പോ തലമുടി വെട്ടാൻ ഇത് കൊണ്ട് പോവാം. കണ്ടാ ഇതുണ്ടാ അത്യാവശ്യം തലമുടി വെട്ടാനൊക്കെ പോവാ. ആ വണ്ടി ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് ഞെക്കണം. ചവിട്ടി കൊടുത്തിട്ട് ഞെക്ക്. ആ ഞെക്കിക്കോ. ഇനി ഞെക്കിക്കോ. എങ്ങനെ പോവും? ചേട്ടാ സാധനം ഇഷ്ടപ്പെട്ടേ? എന്റെ അടുത്ത് പറയുന്ന പോലെയാണേ. ചേട്ടായിക്ക് അറിയത്തില്ല, എനിക്ക് അറിയായിരുന്നു. സാധനം അടിപൊളിയല്ലേ? ലാഭല്ലേ? ഇനി പോകാം. ഇനി പോകാം. ചേച്ചിണ്ടോ ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ട് പോവാ. ടാറ്റാ ടാറ്റാ. എടാ ടാറ്റാ. ടാറ്റാ ടാറ്റാ. ഇഷ്ടപ്പെട്ടോ? ആ ബെല്ലടിക്കണ ഒന്ന് കാണിച്ചു കൊടുത്തേല്. പിങ്കി ചേച്ചിക്ക് ഇതിനെല്ലാം പകരം വേറെ പുത്തൻ സാധനം ഞങ്ങള് കൂടിയ സാധനം ഇനി മേടിക്കാറായി.
ശരിക്കും ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നേ. അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്ത മൊമെൻറ്റുകളെക്കാളും രസകരമായിരുന്നു റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയ ചില മൊമെന്റ്സ്. ചേട്ടാ ഇതൊക്കെ വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ. Miss you. Come soon. ഉമ്മ Come soon. ഉമ്മ കൊടുത്തടാ പിങ്കിവനെ. ചില്ലി ഇച്ചിരി താഴോ? ബൈ ബൈ. അത്രേ ഉള്ളോ? ഓക്കെ. ബൈ ബൈ. See you soon. Bye. Bye bye. Bye. Come soon. Bye bye. Hey, got it. ഒരെണ്ണം തരാമോ? ഒരു ഫ്ലൈയിങ് കിസ് കൂടി. നല്ല അമർത്തിയുള്ള ഉമ്മയാ. എത്തിയിട്ട് ഒരു മെസ്സേജ് അയക്കിട്ടോ ബ്രോ. ഓക്കെ അപ്പൊ ശരി ബൈ. ഇനി നേരിട്ട് മാമോദീസ കാണാം. ഓക്കെ കേട്ടോ. അപ്പം അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. Bye bye. Good night.